ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 2 ഇയറിങ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഇയറിങ്സ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് 3 കുഴിയിൽ വെച്ചിട്ട് കുറച്ച് ക്ലേ എടുത്തിട്ട് നമുക്ക് ബീഡ്സ് ഉണ്ടാക്കാം. കയ്യിൽ ഇച്ചിരി ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. കമ്പി യൂസ് ചെയ്തിട്ട് നമുക്കത് ബീഡ്സ് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇയറിംഗ് ഉണ്ടാക്കുന്നതിനായിട്ട് ഇത് റൗണ്ട് ഷേപ്പ് കുക്കി കട്ടർ യൂസ് ചെയ്തിട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലത്തെ കുക്കി കട്ടർ യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററായിട്ട് ഒരു കുക്കി കട്ടറോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം. പിന്നെ നമുക്കൊരു ഫ്ലവർ മോഡൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഡോട്ട്സ് ഡിസൈനും ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഹാങ്ങിങ് ബീഡ്സ് ഇതിനകത്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇയറിംഗ് നല്ല ഡ്രൈ ആയിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കളർ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ എല്ലാ സ്ഥലത്തും എത്തുന്ന മാതിരി ഒരു 2-3 കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളർ നല്ലതായിട്ട് അടിച്ചു കൊടുത്ത് അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. 3 കോട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ. ഒരു സെറ്റിൽ ഞാൻ സിൽവർ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. സിൽവറിൻ്റെ പൗഡർ കളറാണ് യൂസ് ചെയ്യുന്നത്. അക്രിലിക്കിൻ്റെ സിൽവർ പൗഡർ കളറാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ നല്ല ഈസിയാണ്. നമ്മളിത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ച് കയ്യിലെടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര റബ്ബ് ചെയ്യുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ഷൈനിങ്ങും കൂടി വരും. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ആൻറ്റിക് സിൽവർ ലുക്ക് കിട്ടും. പിന്നെ ഇത് പെട്ടെന്ന് പോകുകയൊന്നുമില്ല. നല്ല കളർ നല്ല ഫിനിഷിങ്ങിൽ നിൽക്കുകയും ചെയ്യും. നല്ല വാട്ടർ പ്രൂഫായിട്ടിരിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വാർണിഷും അപ്ലൈ ചെയ്യുന്നുണ്ട്. 2 കോട്ട് വാർണിഷും ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ 2 ഇയറിങ്സും റെഡി ആയിട്ടുണ്ട്. ബ്ലാക്ക് കളറും നല്ല ഭംഗിയാണ് കാണാൻ. ബ്ലാക്ക് ആയാലും സിൽവർ ഇയറിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ഇയറിംഗ് ആണ്. ഇത് നമ്മുടെ പൗഡർ കളർ നല്ലൊരു ഷൈനിങ് തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.